ഇപ്പോൾ കന്യക മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരുഷനെ കൊണ്ട് ശവത്തിൽ സംഭോഗം നടത്തിയിട്ട് അത് മറവ് ചെയ്യുള്ളായിരുന്നു. അങ്ങനെ ഓർമ്മകളും ഒരാളും മരണപ്പെട്ട വിട്ടു പോവോ പ്രിയപ്പെട്ടവരെ? മരണാനന്തര കർമ്മങ്ങൾ വെച്ചിരിക്കുന്നത് തന്നെ ഈ നമ്മളുടെ മനസ്സിന് ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയാണ്. ഈ പാരാസൈക്കോളജിയിൽ ഒരു മെത്തേഡുണ്ട്. നമ്മളെപ്പോഴും നോർമൽ എക്സ്പ്ലനേഷനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പാരാനോർമൽ എക്സ്പ്ലനേഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. ഈ സൈക്കിക്സിന് ഈ എനർജിയെ കാണാനും സംവദിക്കാനും സാധിക്കും എളുപ്പം. സൈക്കിക്സ് തന്നെ പല ലെവലുണ്ട്, പല ടൈപ്പുണ്ട്. ഈ പൊതുവെ സൈക്കിക് ആയവർക്ക് ഭയം കുറവാണ്. അത് വേറൊരു ഫാക്റ്റാണ്. അപ്പോൾ ആരാണ് ഒരു സൈക്കിക് എന്ന് പറയുന്നത്? സൈക്കിക് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് എന്നേ അർത്ഥമുള്ളൂ. കൂടുതലും സൈക്കിക്സിന് നല്ല ആർട്ടിസ്റ്റിക് മൈൻഡ് കാണും. അവർ ബ്യൂട്ടിയൊക്കെ സെൻസ് ചെയ്യുന്നവരാണ്. ഈ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കുമോ? അത് പ്രത്യേക ടൈപ്പ് സ്വപ്നങ്ങൾക്കാണ്. അതായത് പ്രീകോഗ്നേറ്റീവ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. ഇതിലേറ്റവും കൂടിയ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റീവ് പ്രീകോഗ്നിഷൻ. അതായത് സ്വപ്നത്തിൽ കാണുന്നത് വീഡിയോ എടുത്ത് വീണ്ടും കാണുന്നത് പോലെ അതേപോലെ നടക്കും. അതാ വീട്ടുകാരുടെ തോന്നൽ മാത്രമായിരിക്കുമോ അങ്ങനെ ഒരു ആളവിടെ ഉണ്ട് എന്നുള്ളത്? ഈ പാരാസൈക്കോളജിയിൽ ഒരു മെത്തേഡുണ്ട്. നമ്മളെപ്പോഴും നോർമൽ എക്സ്പ്ലനേഷനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പാരാനോർമൽ എക്സ്പ്ലനേഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് ഇവരുടെ വിശ്വാസം കൊണ്ടോ പ്രതീക്ഷ കൊണ്ടോ വൈകാരികമായ ആവശ്യം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് എന്നുള്ള ഒരു ഹൈപ്പോത്തസിസാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. അതല്ല എന്ന് തോന്നിയാൽ മാത്രമേ വേറെ ഒരു പാരാനോർമൽ വിശദീകരണത്തിന് നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവർ ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്താൽ അവൻ ഞങ്ങളെ വിട്ടു പോകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് അവരുടെ വിശ്വാസമാണ്. അങ്ങനെ ഓർമ്മകളും ഒരാളും മരണപ്പെട്ട വിട്ടു പോവോ പ്രിയപ്പെട്ടവരെ? ഈ മരണാനന്തര കർമ്മങ്ങൾ വെച്ചിരിക്കുന്നത് തന്നെ ഈ നമ്മളുടെ മനസ്സിന് ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് വളരെ അബ്നോർമലായ ഒരു സിറ്റുവേഷനാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടും അയാളിവിടെ ഉണ്ടെന്നുള്ള വിശ്വസിക്കുകയും അതനുസരിച്ച് നമ്മൾ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് അത്ര നല്ല ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ഓർമ്മ കാത്ത് സൂക്ഷിക്കാം, പക്ഷെ അയാളിവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് എന്തോ ഒരു കുഴപ്പം പോലെയാണ് എനിക്ക് തോന്നുന്നത്. സർ, ഈ ഭൂമിയിൽ ജനിക്കാതെ ഉദരത്തിൽ മാത്രം ജനിച്ച് മരണപ്പെടുന്ന കുട്ടികളുണ്ട്. ആബോർഷൻ മനഃപൂർവ്വം ചെയ്യുകയോ അല്ലാതെ ചെയ്തു പോവുകയോ ചെയ്യുക. ഇവരുടെ ആത്മാവ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ജന്മം കൊണ്ട് അമ്മയോ അല്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന കുട്ടിക്കൊക്കെ ദോഷമാണെന്ന് ചില ആചാര്യന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്തെങ്കിലും സത്യം? ഇതൊക്കെ മനുഷ്യരുടെ വിശ്വാസം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് ചില കമ്മ്യൂണിറ്റീസിൽ ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മരിക്കുകയാണെങ്കിൽ കന്നിച്ചാവുന്നവർ, അത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദുരാചാരങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കന്യക മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരുഷനെ കൊണ്ട് ശവത്തിൽ സംഭോഗം നടത്തിയിട്ട് അത് മറവ് ചെയ്യുള്ളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ കന്യകയുടെ ശല്യം ഉണ്ടാകുന്നു. പിന്നെ ഈ കന്നിച്ചാവിനെ ആവാഹിച്ചതെങ്കിൽ അമ്പലത്തിലൊക്കെ കൊണ്ട് ഇരുത്തും ഒരു വിഗ്രഹത്തിൽ. ഇങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നിന്നുപോയി. ഇപ്പോഴും പലരും പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഒന്നാണ് താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യം. ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടാകുന്നു, ആ ഗർഭം അലസിപ്പോയി, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ശല്യം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ നമ്മളുടെ ഒരു വിശ്വാസം. കാരണം ആ കുട്ടിക്ക് ഭൂമിയിലേക്ക് കാല് ചവിട്ടാൻ കഴിഞ്ഞില്ല, അതിൻ്റെ നിരാശ കാണും എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ഒരു എനർജിയാണ് അവിടെ ജനിച്ച് പിന്നീട് വഴിമാറി പോകുന്നത്. അതെ, ഇതൊക്കെ നമ്മളുടെ ഓരോ ധാരണകളാണ്. ഇപ്പം കന്നിച്ചാവെന്നുള്ള പ്രശ്നം ചില കമ്മ്യൂണിറ്റീസിലേ ഉള്ളൂ. ചില ബാക്കി കമ്മ്യൂണിറ്റീസിലൊന്നും ആ പ്രശ്നം അവർ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അവരൊന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളുടെ പ്രത്യാഘാതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലർക്ക് ഒരു വിശ്വാസം ഇല്ലാത്തവരെ ഇതൊന്നും ബാധിക്കാതെ അതെ, അവർക്ക് എന്ത് വന്നാലും ഒന്നുമില്ല, പേടിയില്ല എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു നേരത്തെ രാജസ്ഥാനിൽ പോയ സമയത്ത് സാറിനൊന്നും ഫീൽ ചെയ്തില്ല, കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഫീൽ ചെയ്തു എന്നുള്ളത്. എല്ലാവർക്കും ഒന്നും ഫീൽ ചെയ്തില്ല, ചിലർക്കൊക്കെ. എന്ന് വിചാരിച്ച് അവർക്കെല്ലാം ഭയം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് ചില വിഷൻസ് ഉണ്ടായി. ഈ പറഞ്ഞ ആർക്കും അങ്ങനെ ഭയമുള്ള 1-2 പേരുണ്ടായിരുന്നു. ബാക്കി ഈ വെളുത്ത രൂപം കണ്ടെന്ന് പറയുന്നവർക്കൊന്നും ഭയം ഉണ്ടായിരുന്നില്ല. അവർ കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ കാണാൻ പറ്റിയത്. അവർ സൈക്കിക് ആയതുകൊണ്ടും ആയിരിക്കാം. 2 അർത്ഥത്തിലുണ്ട്. അതെ, ഈ പൊതുവെ സൈക്കിക് ആയവർക്ക് ഭയം കുറവാണ്. അത് വേറൊരു ഫാക്റ്റാണ്. അപ്പോൾ ആരാണ് ഒരു സൈക്കിക് എന്ന് പറയുന്നത്? സൈക്കിക് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് എന്നേ അതിനർത്ഥമുള്ളൂ. കൂടുതലും സൈക്കിക്സിന് നല്ല ആർട്ടിസ്റ്റിക് മൈൻഡാണ്. അവർ ബ്യൂട്ടിയൊക്കെ സെൻസ് ചെയ്യുന്നവരാണ്. ഈ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കുമോ? അത് പ്രത്യേക ടൈപ്പ് സ്വപ്നങ്ങൾക്കാണ്. അതായത് പ്രീകോഗ്നേറ്റീവ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. പ്രീകോഗ്നേറ്റീവ് ഡ്രീംസ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ആ ടൈപ്പ് ഡ്രീംസ് ഉണ്ടാകുന്നവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകുകയും ചെയ്യും. പ്രീകോഗ്നേറ്റീവ് ഡ്രീംസ് തന്നെ 2-3 ടൈപ്പുണ്ട്. ഇതിലേറ്റവും കൂടിയ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റീവ് പ്രീകോഗ്നിഷൻ. അതായത് സ്വപ്നത്തിൽ കാണുന്നത് വീഡിയോ എടുത്ത് വീണ്ടും കാണുന്നത് പോലെ അതേപോലെ നടക്കും. അത് പിറ്റേ ദിവസമാകാം, ഒരാഴ്ച കഴിഞ്ഞാകാം, 1 മാസം കഴിഞ്ഞാകാം, 1 വർഷം കഴിഞ്ഞാകാം, അനേക വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. ഇന്നലെ ഒരു പയ്യൻ ഇവിടെ വന്നിരുന്നു. പയ്യന് ആകെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അതായത് പുള്ളി ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു, ഒരു കടൽ തീരത്തൂടെ പോകുന്നത്. ഒരു പൊങ്ങിയ ഒരു സ്ഥലത്ത് റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക സീൻ, അത് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് പുള്ളി വർക്കല ഭാഗത്ത് കൂടെ ബസ്സിൽ പോയപ്പോൾ അതേ സീൻ കണ്ടു. അപ്പോൾ പുള്ളിക്ക് വളരെ ക്ലിയറായിട്ട് ഓർമ്മയുണ്ടായിരുന്നു ആ സീൻ. എക്സാക്ട്ലി അതേ സീനാണ് പുള്ളി ബസ്സിൽ ഇരുന്ന് കണ്ടത്. അപ്പോൾ ആ ഒരു പ്രത്യേക സീൻ എന്തിന് ഞാൻ കണ്ടു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. പിന്നെ ആ സ്ഥലത്തൂടെ പുള്ളി വീണ്ടും വീണ്ടും പോകാൻ ഇട വന്നു. പുള്ളിക്ക് അത് കാണണമെന്നുണ്ട്. പിന്നെ കാണാൻ പറ്റില്ല. അല്ല, പുള്ളി പല പ്രാവശ്യം അതുവഴി പിന്നെ ബസ്സിൽ പോയി. അപ്പോൾ ആദ്യം കണ്ട അതേ സീനാണ് പുള്ളി പിന്നെ ബസ്സിലിരുന്ന് കാണുന്നത്, ആ കൺഫിഗറേഷൻ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇതാണോ അതോ അതേപോലെയുള്ള വേറെ ഏതെങ്കിലും ആണോ? അപ്പോൾ എക്സാക്ട്ലി അത് തന്നെയാണ് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ബസ്സിൽ ഇരുന്ന് കണ്ട അതേ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് സ്വപ്നത്തിലും പുള്ളി കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റീവ് പ്രികോഗ്നിഷനുണ്ട്. പിന്നെ അല്ലാതെ ഒരു സീൻ മാത്രം ഇങ്ങനെ കാണുന്നവരുണ്ട്. പിന്നെ സിംബോളിക്കായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു ആൾക്കൊരു അപകടം, അടുത്ത ഒരാൾക്കൊരു അപകടം സംഭവിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നു. പിറ്റേ ദിവസം അതേ അപകടം അതേ രീതിയിൽ സംഭവിക്കുന്നു, പക്ഷേ വേറൊരാൾക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് സിംബോളിക് എന്ന് പറയുന്നത്. അത് എക്സാക്റ്റായിട്ട് അതുപോലെ ആകണമെന്നില്ല, പക്ഷേ സിംബോളിക്കായിട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെയിം ആയതുകൊണ്ട് അത് പ്രീകോഗ്നിഷനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. ഈ പ്രീകോഗ്നേറ്റീവ് ഡ്രീംസ് എല്ലാവർക്കും ഉണ്ടാകാറില്ല, ചിലർക്കേ ഉണ്ടാകാറുള്ളൂ. അത് എപ്പോഴും അങ്ങനെ വരണമെന്നുമില്ല, എല്ലാ ഡ്രീംസും അങ്ങനെ ആകണമെന്നുമില്ല. ഈ ചിലർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നേ ചില സിഗ്നൽസ് കിട്ടും. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നി ഇത് ചെയ്യണ്ട, എന്നിട്ട് അത് ചെയ്താൽ ചിലപ്പോൾ
തിരിച്ച് പണി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട്. ഈ എല്ലാവർക്കും അത്തരത്തിലൊരു കഴിവുണ്ടോ? മുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സ് പറഞ്ഞു, നമ്മളെ മനസ്സ് ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. എല്ലാ മനുഷ്യനും ആ കഴിവുണ്ടോ, അതോ ചില ആളുകൾക്ക് മാത്രം? ചില ആളുകൾക്കാണ് അത് കൂടുതലുള്ളത്. അത് പൊതുവെ അവർക്ക് ഇൻഡ്യൂഷൻ കൂടുതലായിരിക്കും. ഇൻഡ്യൂഷൻസ് ആണ്. ഇൻഡ്യൂഷന് അതുപോലെ ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത്, ഞാനും ഒരു ഫ്രണ്ടും കൂടെ ഇതുപോലെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പുള്ളി വെജിറ്റേറിയനാണ്, ഞാനും 2 വെജിറ്റേറിയനാണ്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവുകയാണ്. അപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, ഫ്രണ്ട് അടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് വേണം ഹോട്ടലിൻ്റെ ഫ്രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പോൾ റോഡിൻ്റെ വലത്തെ അറ്റം പിടിച്ച് വേണം പോകാൻ, വലത്തോട്ട് തിരിയാൻ. ആ തിരിയേണ്ട ജംഗ്ഷൻ എത്തിയപ്പോൾ എന്തുകൊണ്ടോ ഞാൻ ഇടത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. എനിക്കറിയാം വലത്തോട്ടാണ് തിരിയേണ്ടതെന്ന്. അപ്പോൾ ഇടത്തെ ട്രാക്ക് വഴി പോയാൽ വാസ്തവത്തിൽ വലത്തോട്ട് തിരിയാൻ പ്രയാസമാണ്, ചിലപ്പോൾ തിരിയാൻ ഒക്കാതെ തന്നെ വരും. അപ്പോൾ പെട്ടെന്ന് റോഡിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായി. സിഗ്നലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാ വണ്ടികളിൽ നിന്നും ഞാനും വണ്ടി ചവിട്ടി നിർത്തി. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലെ ട്രാക്ക് എംറ്റിയാണ്. അതുവഴി ഒരു അംബാസഡർ കാറ് കൺട്രോൾ വിട്ട് ഭയങ്കര സ്പീഡിൽ പോയി മുമ്പിൽ നിന്ന് ഒരു വണ്ടിയുടെ പുറകിലിടിച്ച് ഈ അംബാസഡർ കാറിൻ്റെ റേഡിയേറ്റർ പൊട്ടി വെള്ളമൊക്കെ ചീറ്റി മുമ്പിൽ ഇടി കൊണ്ട കാറിൻ്റെ ബാക്കിലെ ഡിക്കിയൊക്കെ പൊട്ടി അങ്ങ് പോയി. ഒരു ഭയങ്കര ആക്സിഡൻ്റ് ആയിരുന്നു. പിടിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് ഇതിലും ശക്തിയായിട്ട് കിട്ടിയേനെ. അപ്പോൾ ഞാൻ എന്തിനാ ഇടത്തെ ട്രാക്കിൽ കൊണ്ട് ചവിട്ടി നിർത്തിയെന്ന് എനിക്കെപ്പോഴും അറിയാൻ വയ്യ. സാധാരണ ഞാൻ എപ്പോഴും വലത്തോട്ട് തിരിയണമെങ്കിൽ റൈറ്റ് ട്രാക്കാണ് പിടിക്കുക. എനിക്കറിയാവുന്ന സ്ഥലമാണ്. ഈ ചില ആളുകളൊക്കെ ആയിട്ട് നമ്മൾ സഹകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് പറയും, ഇത് മിക്കവാറും പണിയാവും കേട്ടോ. പക്ഷേ ഈ നോ എന്ന് പറയാനൊക്കെ അറിയാത്തതുകൊണ്ട് നമ്മളവരോട് സഹകരിക്കും. അവസാനം ആകുമ്പോൾ പണി കിട്ടുമ്പോൾ മറ്റൊരാളോട് പറയും, അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പണി കിട്ടുമെന്ന് എന്ന് പറയുന്ന അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സാധാരണക്കാരായ നമുക്ക് പോലും അങ്ങനെ അനുഭവം ഉണ്ടാവുമ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവാണോ എന്ന് ചോദിച്ചതാണ്. എല്ലാവർക്കും അല്പാൽപ്പം കാണുമായിരിക്കും. അത് കൂടുതലുള്ളവരെയാണ് സൈക്കിക്സ് എന്ന് പറയുന്നത്. ഈ സൈക്കിക്സിന് ഈ എനർജിയെ കാണാനും സംവദിക്കാനും സാധിക്കും എളുപ്പം. സൈക്കിക്സ് തന്നെ പല ലെവലുണ്ട്, പല ടൈപ്പുണ്ട്. ഈ എനർജിയെ കാണുക എന്നൊക്കെ പറയുമ്പം അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എനർജി എക്സ്റ്റേണലായിട്ട് വേണമെന്നില്ല. മനസ്സ് സിംബോളിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എന്തായാലും അവർക്ക് തിരിച്ചറിയാൻ പറ്റും.